ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഗൗതം ആണെങ്കിൽ ഇപ്പോൾ സ്വന്തം കുടുംബത്തിനോടോ ഭാര്യയോടോ ഒന്നും നീതി പുലർത്താത്ത രീതിയിലൊക്കെ സംസാരിച്ചുകൊണ്ടും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കൂട്ടുകാരിക്ക് വേണ്ടി വളരെ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടാണ് നമ്മുടെ ഗൗതം തയ്യാറെടുത്തിരിക്കുന്നത്. ഗൗതത്തിന് കഷ്ടകാലം എന്ന് പറയാമല്ലോ. ആ വഴി പോയപ്പോഴത്തേക്കും നമ്മുടെ ഗൗതത്തിന് എങ്ങനെയൊക്കെ തകർക്കണമെന്ന് ആലോചിച്ച് നടക്കുന്ന അയാളുടെ മുന്നിൽ തന്നെ ചെന്ന് പെട്ടു. അയാളാണെങ്കിലോ ഗൗതത്തിനെയും അതുപോലെ തന്നെ ആമിയെയും മൊത്തത്തിൽ നിരീക്ഷിച്ച് അങ്ങനെ അതെല്ലാം കണ്ടും കേട്ടും ഇങ്ങനെ അവിടെ നിൽക്കുക. അത് കഴിഞ്ഞപ്പോൾ അവിടെ അന്വേഷിച്ചു, ഇതാരാണ്, ഇവർ സാറിൻ്റെ ആരാണ് ആ സ്ത്രീ, ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവിടെയുള്ളവർക്ക് കഥയൊന്നും അറിയില്ലാത്തത് കൊണ്ട് ഇവർ ഭാര്യയാണെന്ന് വിചാരിച്ചിരിക്കുന്നതും കൊണ്ട് അവർ ഇത് ഭാര്യയാണെന്നും അതുപോലെ വളരെ സീരിയസ് ആയിട്ടൊരു സിറ്റുവേഷനിലാണ് അവരിപ്പോൾ ഉള്ളത്, അതുകൊണ്ട് തന്നെ വളരെ കെയറിങ് ആണെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആശാനങ്ങ് ഭയങ്കരമായിട്ടങ്ങ് ബോധിച്ചേ. അപ്പോൾ എന്തായാലും ഇതൊരു തനിക്ക് വലിയൊരു കോള് തന്നെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അയാൾ എന്ത് ചെയ്തു, ഈ ഒരു ന്യൂസ് കൊടുക്കേണ്ടവർക്ക് കൊടുക്കാം, അവിടെ നിന്ന് കിട്ടണത് ഇങ്ങ് ഊറ്റാം എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കാം. അത് വേറെ ആർക്കും അല്ല, നമ്മുടെ പിങ്കി ആണെങ്കിൽ നന്ദേക്കാളും ടെൻഷൻ അടിച്ചുകൊണ്ടാണ് ഇപ്പം അതിൽ നടക്കുന്നത്. കാരണം ഗൗതത്തിന് ഈ പേര് എങ്ങനെ കിട്ടി, അല്ലെങ്കിൽ ഈ പെണ്ണ് ഗൗതത്തിൻ്റെ ആരാ എന്നൊക്കെയുള്ള ഒരു അന്വേഷണം പിങ്കി ഇങ്ങനെ ഭയങ്കരമായിട്ട് കിടന്ന് അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. കാരണം പിങ്കിക്കാണ് ഇപ്പോൾ സമാധാനക്കേട് മുഴുവനും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിങ്കിയുടെ ഫോണിലേക്ക് ഇയാൾ വിളിച്ചു. അപ്പോൾ കുറേ നാളായല്ലോ വിളിച്ചിട്ട്, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് കാണും, മിക്കവാറും പൈസയ്ക്ക് വേണ്ടി വിളിക്കുന്നതാണെന്നാണ് പിങ്കി വിചാരിച്ചത്. അപ്പോൾ ഇയാളെ എങ്ങനെ നൈസായിട്ട് ഒഴിവാക്കും എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ പിങ്കി ഇരിക്കുന്നു. ഇപ്പോൾ കോൾ എടുക്കാതിരിക്കാനും പറ്റത്തില്ല, ഇടയ്ക്കിടയ്ക്ക് ഇയാളുടെ സഹായം പിങ്കി സ്വീകരിക്കുന്നതായതുകൊണ്ട് പിങ്കിക്ക് അയാളെ വെറുപ്പിക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് നമ്മുടെ പിങ്കി അയാൾ വിളിച്ചപ്പോൾ കോൾ എടുത്തു. ഹലോ പിങ്കി മോളെ എന്നും പറഞ്ഞൊരു വിളി. ചേട്ടാ എന്താന്ന് വെച്ചാൽ കാര്യം പറഞ്ഞോളാൻ പറഞ്ഞു. പൈസയ്ക്ക് വല്ലതും ആണോ എന്നുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ കയ്യിൽ ക്യാഷായിട്ടൊന്നും ഇരിപ്പില്ല, അങ്ങനെയൊക്കെ പറയുമ്പോൾ അയ്യോ പിങ്കി മോളെ, ഞാൻ ചുമ്മാ മോളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി വിളിച്ചതൊന്നും അല്ല. പിന്നെ ഗൗതം സാറ് എനിക്കിട്ടുള്ള പണി നേരത്തെ തന്നതാ. പല തവണയായിട്ട് ഞാൻ അയാൾക്കിട്ട് തിരിച്ചൊരു പണി കൊടുക്കാനായിട്ട് നോക്കിയിട്ട് പറ്റിയിട്ടില്ല. താനെന്താ ഗൗതത്തിനെ ഉപദ്രവിക്കാൻ പറ്റുമോ പോവാണോ എന്ന് ചോദിച്ചപ്പോൾ അയ്യോ പിങ്കി മോൾ അറിയാതെ ഞാൻ എന്തെങ്കിലും ചെയ്യുമോ? പിങ്കി മോൾക്ക് ഗൗതം സാറിൻ്റെ ജീവനാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെ പിങ്കി മോൾ പറയാതെ ഞാനൊന്നും ചെയ്യൂല അതൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാൾ ഇങ്ങനെ പറയണു. പിന്നെ എന്താ ഗൗതത്തിൻ്റെ കാര്യത്തിൽ താൻ പറയാൻ വന്നതെന്ന് ചോദിച്ചപ്പം ഇന്ന് ഞാനേ ഇവിടെ ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയായിരുന്നു. അവിടെ വെച്ച് ഞാനൊരു കാഴ്ച കണ്ടു. കാഴ്ചയോ? എന്ത് കാഴ്ച? എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ ആ കാഴ്ചയെപ്പറ്റി ഞാൻ പറയത്തുള്ളൂ എന്ന് പറയുമ്പോൾ താൻ എന്താണെന്ന് വെച്ചാൽ കാര്യം പറ, അതിനുശേഷം ഗുണമുള്ളതാണോ അല്ലാത്തതാണോ എന്നൊക്കെ പറയാമെന്ന് പറഞ്ഞു പിങ്കി. എന്തായാലും പിങ്കി മോൾക്ക് ഇത് ഗുണമുള്ളത് തന്നെയാണ്, അതിന് യാതൊരു സംശയവും ഇല്ല എന്ന് പറഞ്ഞു. പിങ്കിക്ക് മാത്രമല്ല ആ നന്ദയ്ക്കും നന്ദയ്ക്ക് വലിയൊരു തിരിച്ചടി തന്നെയാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ പിങ്കിയോട് ഞാൻ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവിടെ അയാൾ ഒരു സ്ത്രീയുമായിട്ട് നടന്നു പോകുന്നത് കണ്ടു. അപ്പോൾ ആ പെണ്ണ് ഗർഭിണിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളെല്ലാം കണ്ട് ഇങ്ങനെ നിന്നിട്ട് അവിടെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവരെന്നോട് പറഞ്ഞത് ആ സ്ത്രീ ഈ ഗൗതം സാറിൻ്റെ ഭാര്യയാണെന്നാണെന്ന് പറയുന്നത് കേട്ടപ്പോഴത്തേക്കും പിങ്കി ഞെട്ടി. പിങ്കി ഇങ്ങനെ അന്താളിച്ചിങ്ങനെ നിൽക്കുക. ഭാര്യയോ? ഭാര്യയാണെന്നാണ് അവരെന്നോട് പറഞ്ഞത്. ആ സ്ത്രീയുടെ കാര്യം എന്തോ ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നതെന്നോ, അപ്പോൾ ഈ സാറാണ് നോക്കുന്നതെന്നോ, ഭാര്യയും ഭർത്താവുമാണെന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ അതെല്ലാം കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ പിങ്കിക്ക് സമനില തെറ്റി. ഇപ്പം ഞാൻ പറഞ്ഞത് എങ്ങനെയുണ്ട് പിങ്കി മോളെ? പിങ്കി മോൾക്ക് ഉപകാരമുള്ള കാര്യമല്ലേ ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ താ ഫോൺ വെച്ചോ, തനിക്കുള്ളത് അക്കൗണ്ടിൽ എത്തിക്കോളും എന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി അങ്ങ് ഫോൺ കട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കിക്ക് ഭയങ്കരമായിട്ടങ്ങും ടെൻഷനായി. ഇനി ഗൗതത്തിന് വേറെയും ഭാര്യയോ, നന്ദയും അല്ലെങ്കിൽ ഞാനും അല്ലാതെ വേറൊരു ഭാര്യയോ? അങ്ങനെ വരാൻ ഒരിക്കലും വഴിയില്ല. പക്ഷേ അങ്ങനെയെങ്ങാനും ഗൗതം ചെയ്തതാണെങ്കിൽ അയാളെ ഞാൻ വെറുതെ വിടില്ല. അങ്ങനെ എന്നെ ചതിച്ചിട്ട് അയാൾ ഇനി 100 കെട്ടി ജീവിക്കേണ്ടെന്നും പറഞ്ഞുകൊണ്ട് പിങ്കി ഇങ്ങനെ നേരെ നന്ദയുടെ അടുത്തേക്ക് വിടുക. അപ്പോൾ നന്ദയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ നന്ദ ഇങ്ങനെ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഗൗതത്തിനെ കുറിച്ച് ആലോചിച്ച് ആ സമയത്താണ് പിങ്കി അങ്ങോട്ടേക്ക് ചെന്നിട്ട് നന്ദയുടെ കണ്ണുനീര് ഒപ്പുന്നത്. അത് ഇവളെ സോപ്പിട്ട് കൂടെ നിർത്തിയാൽ മാത്രമേ ഗൗതത്തിൻ്റെ ചതി മനസ്സിലാക്കിയെടുക്കാൻ പറ്റുള്ളൂ, ഗൗതം എത്രക്കാരനാണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നന്ദ കരഞ്ഞുകൊണ്ടിരിക്കുന്നിടത്തേക്ക് ചെന്ന് നന്ദയുടെ കണ്ണുനീരൊക്കെ ഒപ്പി നന്ദയെ സമാധാനത്തോടെ ഇങ്ങനെ ചേർത്ത് പിടിക്കാം. ഇങ്ങനെ കരയല്ലേ നന്ദ, അതേ നമുക്കൊരു പോംവഴി ഉണ്ടാക്കാം, ഗൗതം നമ്മളെയൊക്കെ ചതിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. ഗൗതം ചതിക്കുകയായിരുന്നു. അപ്പം നന്ദയ്ക്ക് ആദ്യം ഒന്നും മനസ്സിലായില്ല. അപ്പം നന്ദയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുമ്പോൾ ഗൗതം എവിടെയുണ്ടെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. ഗൗതം എവിടെയാ ഗൗതം സാറ്? പിങ്കി പറ, സാർ എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ സാറ് പുതിയ ഭാര്യയ്ക്കൊപ്പം ഹോസ്പിറ്റലിലാണ്, ഭാര്യ ഗർഭിണിയാണെന്നും കൂടെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദ ഞെട്ടി.
ഭാര്യയോ? ഇതെന്താ പിങ്കി പറയുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് സത്യവാ, നീ ഇപ്പം വാ, നമുക്ക് ഇപ്പം തന്നെ പോകാം. ഗൗതത്തിനെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞപ്പോഴും നന്ദയുടെ ഉള്ളു കിടന്ന് പിടച്ചുകൊണ്ടിരിക്കുക. നന്ദയ്ക്ക് അതൊക്കെ അങ്ങ് വിശ്വാസമായില്ല. എങ്കിൽ പോലും പോകാതിരിക്കാൻ പറ്റില്ല. കാരണം നന്ദയ്ക്ക് ഇതിൻ്റെ സത്യാവസ്ഥ അറിയണമല്ലോ. അപ്പം നന്ദയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പകച്ചു നിൽക്കുക ഒരു നിമിഷത്തേക്ക്. ആ സമയത്ത് നീ വന്നേ പറ്റുള്ളൂ, വരാനാ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പിങ്കി നിർബന്ധിച്ച് കൊണ്ടുപോകുക. ഗൗതം ഇങ്ങോട്ട് വരില്ല. ഗൗതം എവിടെയാണെന്ന് നമ്മൾ അറിഞ്ഞ സ്ഥിതിക്ക് അത് കയ്യോടെ പിടിക്കണ്ടേ നന്ദ, ആ കള്ളക്കളി പൊളിക്കണ്ടേ നന്ദ എന്ന് ചോദിച്ചു. എന്നിട്ട് നന്ദയെ പിടിച്ചു വലിച്ചെന്നുള്ള രീതിയിൽ, ബലമായിട്ടെന്നുള്ള രീതിയിൽ നമ്മുടെ പിങ്കി കൊണ്ടുപോകുക. അപ്പോൾ രണ്ടുപേരും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോകണം. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ പിങ്കി ആണെങ്കിൽ 100 കാര്യങ്ങൾ ആലോചിച്ചാണ് പോകുന്നത്. ഗൗതത്തിന് കയ്യോടെ പിടികൂടണം, അവൾക്ക് 2 കൊടുക്കണം, അങ്ങനെയൊക്കെ ആലോചിച്ചു. ഇതെല്ലാം നന്ദയെയും പറഞ്ഞ് ചാട്ടെ കയറ്റുകയും ചെയ്തു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ പോകുന്നു. ഈ സമയത്ത് നമ്മുടെ ഗൗതവും ആമിയും കൂടി അവിടെ ഹോസ്പിറ്റലിൽ. ആമയ്ക്കാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു ടെൻഷൻ. ഇനിയിപ്പം ഈ ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ, അപ്പോൾ ഓരോ ടെസ്റ്റുകൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഈ ടെസ്റ്റുകളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് അടുത്തത് പറയുമോ, അങ്ങനെയൊക്കെയുള്ളൊരു പേടി. അങ്ങനെ റൂമിലിരുന്ന് ഇവർ തമ്മിൽ അതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗൗതം ആണെന്നുണ്ടെങ്കിൽ ആമിയെ സമാധാനിപ്പിച്ച് കൂടെ ഇരിക്കുവാണ്. താനിങ്ങനെ ടെൻഷൻ ആവല്ലേ, കുഴപ്പമൊന്നും വരില്ല, തൻ്റെ ടെൻഷൻ കുറച്ചാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാവുള്ളൂ, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഗൗതം ഇങ്ങനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കാം. ഈ സമയത്താണ് രണ്ടുപേരും കൂടെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗൗതത്തിനോടും ആമിയോടും വേറൊരു ടെസ്റ്റിൻ്റെ കാര്യം ഡോക്ടർ പറഞ്ഞു. എന്നിട്ട് അവരോട് ഇവിടുന്ന് മാറിക്കോളാനും പറഞ്ഞു. അപ്പോൾ അങ്ങനെ ബെഡ് റെസ്റ്റും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവരോട് 2 പേരോടും കൂടി അവിടുന്ന് പൊയ്ക്കോളാനായിട്ട് ഡോക്ടർ പറയുക. അപ്പോൾ ഡോക്ടർ അത് പറഞ്ഞനുസരിച്ച് ഗൗതവും ആമിയും അന്നേ ദിവസം തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഈ മറ്റു കാര്യങ്ങൾക്കായിട്ട് അവിടുന്ന് മാറുന്നു. അപ്പോൾ ഇവർ വന്നതും അവർ പോകുന്നതും ഒരേ ടൈമിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ വന്ന് ആശുപത്രിയിലേക്ക് കയറിയതും ഇവർ ഇവിടെ നിന്ന് വണ്ടിയെ കയറി അങ്ങ് പോവുകയും ചെയ്തു. ഇവർക്ക് പരസ്പരം കാണാൻ പറ്റിയതുമില്ല. അപ്പോൾ ഇവർ വരുന്നത് നോക്കി അയാൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. അപ്പം നന്ദയെ അവിടെ നിർത്തിയിട്ട് പിങ്കി ഓടി അയാളുടെ അടുത്തേക്ക് ചെന്നിട്ട് ഇവരെവിടെയാണ് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇന്ന സ്ഥലത്ത് ഇന്ന രീതിയിലാണ് ഞാൻ കണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നന്ദയും കൂട്ടിക്കൊണ്ട് പിങ്കി അവർ പോയ ആ വഴിയിലൂടെ തന്നെ പോയി അവരെ കാണാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക. ആ സമയം ഇവരവിടെ കയറി ചെന്നപ്പോൾ അവിടെ എങ്ങും ആരുമില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നന്ദയ്ക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇതായിട്ടോ, അതുപോലെ പിങ്കിക്കും. ഇവർ തമ്മിലിങ്ങനെ ഇതായിട്ട് നിൽക്കുമ്പോൾ നന്ദയ്ക്കാണെങ്കിലും ആകെ ടെൻഷനായി. അപ്പോൾ പിങ്കി പറഞ്ഞു, ഇത് മനഃപൂർവ്വം നമ്മൾ അറിഞ്ഞെന്ന് കരുതി ഗൗതം ഇവിടെ നിന്ന് മാറിയതാണ്, അല്ലെങ്കിൽ അവളെ മാറ്റിയതാണ്, 100% ഉറപ്പാണ്. അപ്പോൾ നമുക്കിവിടെ റിസപ്ഷനിൽ ചോദിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ അവിടെ ചെന്ന് അവരോട് കാര്യങ്ങളെല്ലാം തിരക്കി. അവരോട് തിരക്കി കഴിഞ്ഞപ്പോൾ അവർക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞും കൊടുത്തു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും മൊത്തത്തിൽ കളർ സീൻ വേറെ കോൺട്രയായെന്ന് തന്നെ പറയാം. നന്ദയ്ക്കും ആകെ ഇതായി. ഈ ഗൗതം ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ആമിയെ വണ്ടിയിൽ കയറ്റി ഇരുത്തിയിട്ട് എന്തോ കാര്യത്തിന്, അതായത് എന്തോ പേപ്പറോ മറ്റോ കാര്യത്തിന് വേണ്ടിയിട്ട് നേരെ ഹോസ്പിറ്റലിനകത്തേക്ക് കയറി വരുമ്പോൾ നമ്മുടെ നന്ദ ഇങ്ങനെ ഇങ്ങനെ നടക്കായിരുന്നു. അപ്പം നന്ദ കയറി ചെന്നു. അതുപോലെ ഗൗതം ആ സമയത്ത് അങ്ങോട്ടേക്ക് വരുന്നു. ഇവർ തമ്മിൽ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദയ്ക്ക് മനസ്സിലായി ഇവിടെ തന്നെയായിരുന്നു ഗൗതം. അപ്പോൾ ഈ പറഞ്ഞതും കേട്ടതും അറിഞ്ഞതും എല്ലാം സത്യം തന്നെയാണ്. ഈ പറഞ്ഞത് വെച്ചതെല്ലാം, തന്നോട് പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു എന്ന്. അപ്പോൾ നന്ദയെ കണ്ടതും ഗൗതം ഞെട്ടി. നന്ദയോട് ഗൗതം ചോദിച്ചു, നന്ദ താനെന്താ ഇവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ ഗൗതം സാർ എന്താ ഇവിടെയെന്ന് നന്ദ തിരിച്ചു ചോദിച്ചു. അപ്പം എനിക്ക് സാറിൻ്റെ പുതിയ ഭാര്യയുടെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് സാർ ഓടി നടക്കുന്നതല്ലേ. എന്തായാലും സാറിൻ്റെ മേലുദ്യോഗസ്ഥൻ വീട്ടിൽ വന്നപ്പോൾ ഫാമിലി കാര്യങ്ങളായിട്ടാണ് സാർ നടക്കുന്നതെന്ന് പറഞ്ഞതായിട്ട് അദ്ദേഹം പറഞ്ഞു. ഇത്രയും വലിയൊരു ഫാമിലി കാര്യമായിട്ടാണ് സാർ നടക്കുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അഭിരാമി എന്ന് പറയുന്നത് സാറിൻ്റെ ഭാര്യയാണല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഗൗതം ഞെട്ടി. ഗൗതം നന്ദയ്ക്ക് മുന്നിൽ ഒരു നിമിഷത്തേക്ക് നിശബ്ദനായിപ്പോയി. നന്ദ ചോദിച്ച ഒരു ചോദ്യത്തിനും നമ്മുടെ ഗൗതത്തിനും മറുപടിയില്ല. അങ്ങനെ ആകെ ഇതായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ഗൗതം. ഈ സമയത്ത് നന്ദയുണ്ടല്ലോ, സാർ എന്നോട് കാണിച്ചത് വഞ്ചനയാണ്, വിശ്വാസവഞ്ചനയാണെന്ന് പറഞ്ഞ് കഴുത്തിൽ കിടന്ന താലി അങ്ങൂരിയിട്ട് ഈ താലിയുടെ വില എന്താണെന്ന് സാറിന് അറിയാവുമെന്ന് ചോദിച്ചു. ഈ താലി ഒരു നിധി പോലെ കാത്തു സൂക്ഷിച്ച് കൊണ്ടു നടന്ന് ഞാനാണ് തെറ്റുകാരി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നന്ദ ഇങ്ങനെ പറയുമ്പോഴേക്കും, നന്ദ എനിക്ക് പറയാനൊന്നും ഒരു അവസരം താ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞപ്പം, വേണ്ട സാർ ഇനിയും എൻ്റെ മുന്നിൽ അഭിനയിച്ച് തകരണ്ട, എനിക്ക് കേൾക്കണമെന്ന് തീരെ താല്പര്യമില്ല. സാർ എന്നോട് ഈ കാണിച്ചതും പറഞ്ഞതും ഒക്കെ സത്യമല്ലായിരുന്നു എന്ന് ഇന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാളുടെ താലി ഈ കഴുത്തിൽ കിടക്കുന്നത് കൊണ്ട് യാതൊരു അർത്ഥവും ഇല്ല.
എന്നെ മറന്ന് മറ്റൊരു ജീവിതത്തിലേക്ക് പോയ സാറിൻ്റെ താലി ചുമ്മാ വെറുതെ ഒരു കാഴ്ചക്കാരിയെ പോലെ കൊണ്ടു നടക്കേണ്ട ആവശ്യം എനിക്ക് എന്താണെന്ന് ചോദിച്ചാൽ താലി ഒരു ഗൗതത്തിൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ഇനി സാർ ഈ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു കള്ളത്തരം ഇല്ലെങ്കിൽ, സാറ് പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമാണെങ്കിൽ സാറിന് അത് ബോധ്യപ്പെടുത്തിയിട്ട് എന്നെ ബോധ്യപ്പെടുത്താം. അതിന് ശേഷം മതി എനിക്ക് ഈ താലി എന്നും പറഞ്ഞ് അതും കൊടുത്തിട്ട് നമ്മുടെ നന്ദ ഗൗതത്തിനെ ഉപേക്ഷിച്ച് അവിടെ നിന്ന് അങ്ങ് പോവുക. അപ്പോഴേക്കും ഗൗതത്തിൻ്റെ കയ്യിൽ നിന്ന് പോയല്ല, ഗൗതം ആണെങ്കിൽ ആകെ ഇങ്ങനെ ഇതായിട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ താലി ഊരി കൊടുത്തിട്ട് നന്ദ നേരെ വീട്ടിലോട്ടാണ് പോണത്. ഇവർ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ലക്ഷ്മി ഇങ്ങനെ മോളെ നീ ഇത് എവിടെയായിരുന്നു എന്ന് ചോദിച്ചു. നന്ദയാണെങ്കിൽ അമ്മയെ കെട്ടിപ്പിടിച്ചൊരൊറ്റ കരച്ചിലായിരുന്നു. അപ്പോഴേക്കും പിങ്കിക്കും ഭയങ്കരമായിട്ട് ദേഷ്യം കേട്ടോ, ഗൗതത്തിനോട് ഭയങ്കര ദേഷ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യം. പിങ്കി ആണെങ്കിലും ഇപ്പോൾ നന്ദയുടെ കൂടി ഇങ്ങനെ ഗൗതത്തിനെതിരായിട്ട് ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നന്ദയുടെ കൂടെ അടുത്ത് ചെന്നിട്ട് നന്ദ നീ ഇങ്ങനെ തളരല്ലേ, നീ ഇങ്ങനെ തളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ശരിയാവുന്നത്, ഗൗതത്തിനെ നമുക്ക് ഈ ചതിയിൽ നിന്ന് രക്ഷിക്കണ്ടേ, ഒരിക്കലും ഗൗതമായിട്ട് അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് പോകില്ല, അതെനിക്കും അറിയാം പിങ്കി. പക്ഷേ സാറ് നമ്മളോട് സത്യം പറയാത്തിടത്തോളം നമ്മളത് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പം ഇതറിയണമെന്നുണ്ടെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് IG യുടെ അടുത്തേക്ക് പോകുക. അപ്പോൾ പോകണം എന്ന് പിങ്കി പറഞ്ഞതനുസരിച്ച് നന്ദ അത് സമ്മതിച്ചു. അങ്ങനെ രണ്ടുപേരും കൂടെ IG യെ കാണാൻ പോണു. അവിടെ ചെന്നു സാർ ഇവരെ കണ്ടപ്പോഴത്തേക്കും നന്ദയെ അറിയാമല്ലോ, വളരെ കാര്യത്തോടു കൂടി അദ്ദേഹം വിളിച്ചു ഇരുത്തി. അപ്പോൾ എന്താ രണ്ടുപേരും കൂടെ പതിവില്ലാതെ ഈ വഴിക്കൊക്കെ ഗൗതം എവിടെ ഇതൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പോഴേക്കും നമ്മുടെ നന്ദയാണെങ്കിൽ സാറിനോട് അന്നത്തെ ആ മിഷനെ പറ്റിയുള്ള കാര്യങ്ങൾ ചോദിക്കുക. അന്ന് ആ മിഷൻ ശരിക്കും എങ്ങനെയാണ് അവസാനിച്ചത്, അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, ഇതൊക്കെ ഇങ്ങനെ നമ്മുടെ നന്ദ അന്വേഷിച്ചു. അപ്പോൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സാറ് ഉള്ള കാര്യങ്ങളെല്ലാം നന്ദയോട് പറയുവാണ്. നന്ദ ആ ഒരു മിഷൻ എന്ന് പറയുന്നത് വളരെ ഇതായിട്ട് തന്നെ നടത്തി, പക്ഷേ അതിൽ സ്ത്രീ ആയിട്ട് ഒരാളുണ്ടായിരുന്നു, അവരെ കാണാതെ പോയി. അപ്പോൾ അവരെ കണ്ടുകിട്ടുക എന്നുള്ളത് വലിയൊരു ദൗത്യം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞു. എങ്കിൽ മാത്രമേ ഈ ഒരു മിഷൻ പൂർത്തിയാക്കാൻ ആയിട്ട് ഞങ്ങൾക്ക് കഴിയുകയുള്ളൂ എന്നും പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ആ സ്ത്രീയുടെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ അഖില എന്നാണ്. അഖില എന്ന പേര് വേറെ, അഭിരാമി എന്ന് പറയുന്നത് വേറെ. അപ്പോൾ അങ്ങനെ ആ ഒരു പേരിൽ ഇവർക്ക് കൺഫ്യൂഷൻ വന്നു. അപ്പോൾ ആ പെണ്ണിനെ പിടിച്ചാൽ മാത്രമേ കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാവുകയുള്ളൂ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോ. അപ്പോൾ ശരി സാർ ഞങ്ങളെന്ന് ഇറങ്ങുകയാണെന്ന് പറഞ്ഞു. അല്ലെന്നെന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് സാർ ചോദിച്ചപ്പോൾ പ്രശ്നമൊന്നുമില്ല സാർ, അതിനെക്കുറിച്ചൊരു ക്ലാരിഫിക്കേഷൻ ഇതുവരെ സാറാണെങ്കിലും പറഞ്ഞില്ല. അപ്പോൾ പിന്നെ അറിയാനുള്ളൊരു ആകാംക്ഷ, ഒന്നുമില്ലെങ്കിലും നമ്മുടെ നാടിന് വേണ്ടിയുള്ള കാര്യമല്ലേ സാർ, അതൊന്നും അറിയാൻ വന്നേ ഉള്ളതെന്ന് പറഞ്ഞുകൊണ്ട് നന്ദയും പിങ്കിയും കൂടെ ഇങ്ങനെ സാറിനോട് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഇനി ഒരു പക്ഷേ ഈ അഖില തന്നെ ആയിരിക്കുമോ ആമി എന്നും പറഞ്ഞുകൊണ്ട് ഇവർ തമ്മിലൊരു സംശയം പറയാം. അങ്ങനെയാകാൻ വഴിയൊന്നുമില്ല, അങ്ങനെ ഒരാൾക്ക് രണ്ടുപേര് വരുമോ എന്നൊക്കെ പിങ്കി നേരത്തേക്കും അവിടെ നിന്ന് ഇങ്ങനെ നന്ദയോട് പറഞ്ഞു. പക്ഷെ നന്ദയ്ക്ക് എന്തോ ഒരു സംശയം വന്നു കേട്ടോ. സാറ് ഇതിനകത്ത് എന്തോ കളിക്കുന്നുണ്ടെന്നുള്ള കാര്യം നമ്മുടെ നന്ദയ്ക്ക് മനസ്സിലായി. അപ്പോൾ സാർ എന്താണ് അവരിൽ നിന്ന് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ സാറ് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഈ കള്ളത്തരം കാണിക്കുന്നത്, അതൊരു പക്ഷേ ഇനി അഖിലയ്ക്ക് വേണ്ടിയിട്ടാണോ, അഖിലയെന്ന് ആമയ്ക്ക് വേണ്ടിയിട്ടാണോ, ഇങ്ങനെയൊക്കെ നന്ദയ്ക്ക് മനസ്സിലുള്ള സംശയം. നന്ദ തീരുമാനിച്ചു അത് അറിഞ്ഞിട്ടേ കാര്യമുള്ളൂ, അത് കണ്ടുപിടിച്ചിട്ടേ കാര്യമുള്ളൂ എന്നുള്ളത്. അങ്ങനെ നമ്മുടെ നന്ദ രണ്ടും കൽപ്പിച്ച് ഗൗതത്തിൻ്റെ ഈ ഒരു ഒളിച്ചുകളി കണ്ടുപിടിക്കാനായിട്ട് പുറപ്പെടുന്നു. പക്ഷേ പിങ്കിക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ഗൗതത്തിനെ ഇതിൽ നിന്ന് ഊരി ഇന്ത്യവരത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. ആ സമയത്താണെങ്കിൽ ഗൗതത്തിനെ വിളിച്ച് IG സാറ് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ നന്ദയും അതുപോലെ തൻ്റെ അനുജൻ്റെ വൈഫും കൂടി ഇവിടെ വന്നിരുന്നു. അവർ വന്നതിന് ശേഷം അവരെന്നോട് ആ മിഷനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു. അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ സംഭവിച്ചതൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഗൗതത്തിന് അത് കേട്ടപ്പോൾ മനസ്സിലായി നന്ദ അധികം താമസിയാതെ തേടിപ്പിടിച്ചെത്തും എന്നുള്ളത്. അങ്ങനെ നമ്മുടെ നന്ദയെ ഉപേക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ മാല ഊരിക്കൊടുത്തതിൻ്റെയും കൂടെ ഒരു ടെൻഷനും വിഷമവും നമ്മുടെ ഗൗതത്തിനുള്ളത് കൊണ്ട് ഇനി നന്ദ ഏത് രീതിയിൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാത്തത് കൊണ്ടും ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഗൗതത്തിന് പെട്ടെന്നുള്ളിലേക്ക് വന്നു. ആമിയയ്ക്ക് കൊടുത്ത വാക്ക് അത് പാലിക്കണം, മറിച്ച് ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം അത് നമ്മുടെ ഗൗതത്തിൻ്റെ മനസ്സിൽ തന്നെ സ്വയം അങ്ങനെ ഉദിച്ചു വരികയും ചെയ്തു. അപ്പോൾ എന്താണ് ഇനി അങ്ങോട്ട് നന്ദയുടെ കാര്യത്തിൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആമിയുടെ കാര്യത്തിൽ ചെയ്യേണ്ടതെന്ന്. എന്തായാലും ആമയ്ക്ക് വേണ്ടി നന്ദയെ തനിക്ക് ഉപേക്ഷിച്ച് കളയാനായിട്ട് കഴിയില്ലല്ലോ. ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ നന്ദ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടാണെങ്കിലും ഇരുന്ന് ആലോചന തുടങ്ങി. ഗൗതം സാർ എത്രയും പെട്ടെന്നൊന്ന് വന്നാൽ മതി എന്നുള്ളൊരിതായി. ഇനിയും ഇങ്ങനെ മാറി നിന്നാൽ ശരിയാവില്ല, അതുകൊണ്ട് തന്നെ വീട്ടിലോട്ട് ചെന്നേ പറ്റൂ എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ച് നമ്മുടെ ഗൗതം നേരെ വീട്ടിലോട്ട് പോവുക. അപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ എന്താണ് അവിടെ താൻ നേരിടേണ്ടി വരുന്നതെന്നുള്ള ഉത്തമ ബോധ്യം നമ്മുടെ ഗൗതത്തിനുണ്ട്. അതെല്ലാം അറിഞ്ഞു വെച്ച് തന്നെയാണ് ഗൗതം വീട്ടിലേക്ക് ചെല്ലുന്നത്. ഗൗതം വീട്ടിലേക്ക് ചെന്ന സമയത്ത് പിങ്കി എല്ലാവരോടും ഗൗതത്തിൻ്റെ കാര്യം പറഞ്ഞു. അങ്ങനെ എല്ലാവരുടെയും കാര്യം പറഞ്ഞ് അങ്ങനെ എല്ലാവരും കൂടി ഇരിക്കുമ്പോഴാണ് ഗൗതം കയറി ചെല്ലുന്നത്. ഗൗതം കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും
എല്ലാവരും കൂടെ ഗൗതത്തിന് നേരെ അങ്ങ് വളഞ്ഞിട്ട് ഗൗതത്തിനെ ചോദ്യം കൊണ്ട് ശ്വാസം മുട്ടിക്കാൻ തുടങ്ങി. അപ്പോഴും നന്ദ ഒരക്ഷരം പോലും മിണ്ടാതെ ഇങ്ങനെ മാറി നിൽക്കുക. കാരണം നന്ദയ്ക്ക് അറിയാം ഇതിലെന്തോ ഒരു വലിയ നിഗൂഢതയുണ്ട് എന്നുള്ളത്. അത് കണ്ടുപിടിച്ചതിന് ശേഷം ഗൗതം സാറിൻ്റെ മുന്നിൽ സംസാരിക്കുന്നതിനെ വിലയുണ്ടാവുകയുള്ളൂ എന്ന് നന്ദയ്ക്ക് അറിയാവുന്നതുകൊണ്ട് നന്ദ ഒരു അക്ഷരം പോലും മിണ്ടില്ല. പക്ഷേ നമ്മുടെ അർജുനും അറിയാം എന്തെങ്കിലും പ്രശ്നം ഉള്ളത് കൊണ്ടായിരിക്കും കാര്യങ്ങളെന്ന്. അങ്ങനെ അർജുൻ മാറ്റി നിർത്തി ഗൗതത്തിനോട് കാര്യങ്ങളെല്ലാം ചോദിക്കാൻ തന്നെ തീരുമാനിച്ച് അങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും ഈ ഒരു സിറ്റുവേഷൻ അവിടെ ഇങ്ങനെ നടക്കുമ്പോൾ അരുന്ധതി ആണെങ്കിലും മോഹിനി ആണെങ്കിലും പിങ്കിയും ആണെങ്കിലും ഇവർ 3 പേരും കൂടിയാണ് ഗൗതത്തിൻ്റെ നേരെ ഇങ്ങനെ ആഞ്ഞടിച്ചങ്ങ് ചെല്ലുന്നത്. എന്താണെങ്കിലും തനിക്കിത് അറിഞ്ഞ് പറ്റുമോ എന്നുള്ള വാശിയിലാണ് നമ്മുടെ പിങ്കി. ഇനി ഇതിൻ്റെയൊക്കെ പുറമെ നമ്മുടെ ഗൗതത്തിനെ രക്ഷിക്കാനായിട്ട് നന്ദ ഇറങ്ങുമ്പോൾ അഭിരാമിയെ പോലീസിന് കൈമാറേണ്ട ഒരു ഗതികേടിലേക്ക് നമ്മുടെ ഗൗതം മാറും. ഗൗതത്തിൻ്റെ ജീവിതം അത് കളയാതെ സംരക്ഷിക്കേണ്ട ബാധ്യത നമ്മുടെ ഗൗതത്തിനുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കൂട്ടിയിണക്കിക്കൊണ്ട് 6 എപ്പിസോഡായിട്ടാണ് നമ്മുടെ അടുത്ത ആഴ്ചത്തെ വിശേഷങ്ങൾ വരുന്നത്. എന്തായാലും നന്ദ താലി ഊരിക്കൊടുത്തതോടുകൂടി ഗൗതം അടിമുടി മാറിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു വിശേഷം എല്ലാവരും കാണണം. ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. ഹാപ്പി സൺഡേ. താങ്ക് യു.